പംപ്ലാനിക്ക് മറുപടിയുമായി മന്ത്രി കെ രാജൻ മന്ത്രിമാരോട് പറഞ്ഞത് മന്ത്രിമാർ കേൾക്കുകയും നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. പിതാവിന് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ദൂരീകരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പ്രയാസമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ഞാൻ പ്രതികരണത്തിന്റെ വിശദാംശങ്ങൾ കണ്ടിട്ടില്ല. പിതാവിന് കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണയുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിതാവ് അതനുസരിച്ച് കാര്യങ്ങൾ പറയും. എന്തായാലും മന്ത്രിമാരോട് പറയേണ്ടത് മന്ത്രിമാർ കേൾക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. പിതാവിന് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ദൂരീകരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പ്രയാസമില്ല. വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേരുന്നുണ്ട്. സോണൽ, ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ വലിയ രീതിയിൽ വയനാട്ടിൽ പ്രതിഷേധം, മാത്രമല്ല അതിരൂപതയും ഇത്തരത്തിൽ ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്ന സാഹചര്യം, വോട്ട് ചോദിച്ച് ആരും വരണ്ട എന്നുള്ളതാണ് അതിരൂപത വികാരി പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് മന്ത്രി കെ രാജൻ എങ്ങനെയാണ് ഈ പ്രശ്നം ഒന്ന് രമ്യതയിലാക്കുന്നതിന്റെ ഭാഗമായി എന്തൊക്കെ കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്? ലക്ഷ്മി, ഇന്നലെയാണ് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ഫാദർ ജോസഫ് പാംപ്ലാനിയുടെ ഒരു പരാമർശം ഉണ്ടായത്. അതായത് വയനാട് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു വലിയ പ്രതിഷേധ റാലിയാണ് ഇന്നലെ അതിരൂപതയുടെ നേതൃത്വത്തിൽ മാനന്തവാടി അതിരൂപതയും മറ്റും സംഘടിപ്പിച്ചിരിക്കുന്നത്. ആ ഒരു പരിപാടിയിലാണ് ഇത്തരത്തിൽ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയുടെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അതിൽ കൃത്യമായി തന്നെ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ മന്ത്രി കെ രാജനും പ്രതികരിച്ചിരിക്കുന്നത് എന്ന് വേണം നമുക്ക് നോക്കിക്കാണാം. കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കൃത്യമായി, അതായത് ഇത്തരം മന്ത്രിമാരുടെ വാക്കുകൾക്ക് പകരം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെയാണ് പ്രതികരിക്കുന്നതെങ്കിൽ ഇതിനും ഭേദം മറ്റേ കാട്ടിലെ കടുവയും ആനയുമായിരിക്കാം എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജോസഫ് പാംപ്ലാനി പിതാവ് പറഞ്ഞിരുന്നു. ഇതിന് മറുപടി എന്നോണമാണ് അപ്പോൾ കെ രാജന്റെ ഒരു പ്രതികരണം നമ്മളോട്, അല്ലെങ്കിൽ പ്രതികരണം വന്നിരിക്കുന്നത്. അതായത് ഈ പിതാവിന്റെ പ്രതികരണത്തിന്റെ വിശദാംശങ്ങൾ, അതായത് പിതാവിന്റെ പ്രതികരണം പൂർണ്ണമായി താൻ കേട്ടിട്ടില്ല എന്ന് പറയുന്ന മുറയ്ക്ക് തന്നെ ഈ പിതാവിന് കാര്യങ്ങളെ കുറിച്ച് പൂർണ്ണ ധാരണയുണ്ടെന്ന് വിശ്വസിക്കുന്നു എന്നുള്ള കാര്യം ഉൾപ്പെടെ, അതായത് പിതാവിനെ പറഞ്ഞ കാര്യത്തിൽ കൂടുതൽ മറുപടി എന്നോണം സർക്കാരിനെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെയും വിമർശിച്ച സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് മറുപടി എന്നോണം തന്നെയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു പ്രതികരണം എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടി വരും. അതായത് പിതാവിന് കാര്യങ്ങളെ കുറിച്ച് പൂർണ്ണ ധാരണ ഉണ്ടാവാം, പിതാവ് അതനുസരിച്ച് കാര്യങ്ങൾ പറയട്ടെ, മന്ത്രിമാരോട് പറഞ്ഞ കാര്യങ്ങൾ മന്ത്രിമാർ തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് മന്ത്രി പറഞ്ഞിരിക്കുക. അതായത് മന്ത്രിമാരോട് യോഗങ്ങളിലും മറ്റും ആവശ്യപ്പെട്ട കാര്യങ്ങൾ തങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്, ഇനിയൊന്നും നടപ്പിലാക്കാനില്ല എന്നുള്ള തരത്തിലായിരുന്നു മന്ത്രിയുടെ പരാമർശം. എന്നാൽ തീർത്തും ധിക്കാരം. നമുക്കറിയാം, പിതാക്കൾ, അതായത് ഇന്നലെ തന്നെ നമ്മളോട് ജനം ടിവിയോട് പ്രതികരിച്ച ഫാദർ ഉൾപ്പെടെ പറഞ്ഞത് മന്ത്രിമാർ പറയുന്നതാകട്ടെ, മന്ത്രിമാർ പെരുമാറുന്നതാകട്ടെ എല്ലാം തന്നെ ധാർഷ്ട്യം കലർന്ന രീതിയിലാണ് എന്നുള്ളതാണ് ഇന്നലെ നമ്മളോട് സംസാരിച്ച ജനം ടിവിയോട് പ്രതികരിച്ച പിതാക്കന്മാരെല്ലാം തന്നെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കർഷകർക്കെതിരെ പ്രതിഷേധിച്ച കർഷകർക്കെതിരെ കേസെടുത്ത സംഭവത്തിലും ഇതുപോലെ പ്രതികരിക്കുകയുണ്ടായിട്ടുണ്ട്. സോണലാണ് വിവരങ്ങൾ നൽകിയത്.